ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ ഗണിതമാണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഭാഗമാണ് കേട്ടോ. എന്താണ് തുല്യ ത്രികോണങ്ങൾ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രയാങ്കിളും ഈ ത്രികോണം നോക്കുക, അളവുകളൊക്കെ സെയിം തന്നെ അല്ലേ. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 5 ഉണ്ടെങ്കിൽ ഇതിലും 5 ഉണ്ട് അല്ലേ. ഇത് 3 ഇത് 3 അല്ലേ. അപ്പോൾ ഈ 3 അളവുകളും ഈ ത്രികോണത്തിന് 3 അളവുകളും തുല്യമാണ് അല്ലേ. അപ്പോൾ ഈ ത്രികോണവും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോക്കി ഇതിൻ്റെ കോണുകളും തുല്യമായിരിക്കും കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മൾ കോണ് തുല്യമാണെന്ന് നോക്കുന്നത് എങ്ങനെയാണ് അറിയാം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ ആംഗിൾ 6 ആണ് എടുക്കുന്നത്. ആംഗിൾ 6, കോൺ 6 ആണ് എടുക്കുന്നതെങ്കിൽ ഇതിലെവിടെയാണ് അതിൻ്റെ തുല്യമായിട്ടുള്ള ആ കോൺ എവിടെയാണെന്നാൽ ആ ആംഗിൾ എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നേരെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് നോക്കുക, ഈ വശം നോക്കുക 6 സെൻറ്റിമീറ്റർ. ഈ 6 സെൻറ്റിമീറ്റർ നേരെ എതിർവശമുള്ള ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കുക. അതാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 6 ആണല്ലോ. അപ്പോൾ ഇതിൽ 6 എവിടെ നോക്കുക, ഇത് അവിടെയാണ് 6 അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, കോണ് ഇതാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ആംഗിൾ R ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന് പറയാം കേട്ടോ. ആംഗിൾ R ഈസ് ഈക്വൽ ടു എന്താണ്, ആംഗിൾ A പറയാം. ഓക്കെ, ആംഗിൾ A എന്ന് പറയാം. ഇനി അതുപോലെ എന്താണ്, ഇനി അപ്പോൾ ഇതിൻ്റെ 1 കിട്ടിയില്ലേ. ഇനി ബാക്കി 2 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തുല്യമുള്ള ഏതാ നോക്കുക, നമുക്ക് ഈ വശം നോക്കുക 5 അല്ലേ. ഈ 5 ആണല്ലോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, B ആണ് കേട്ടോ. അതുപോലെ 5 സെൻറ്റിമീറ്റർ വശമുള്ള ഈ ട്രയാങ്കിളിൽ എവിടെയാണ് 5 സെൻറ്റിമീറ്റർ ഇത്. അപ്പോൾ ഈ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്, ഈ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇതാണ് അല്ലേ. ഓക്കെ, ആ വശം ടച്ച് ചെയ്യാത്ത എന്താണ് ആംഗിളാണ് അല്ലേ. ഈ വശം നോക്ക് ടച്ച് ചെയ്യുന്ന ഈ ആംഗിൾ ടച്ച് ചെയ്യില്ലേ. ആ ടച്ച് ചെയ്യാത്ത ആംഗിൾ ഏതാണോ അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ വശത്ത് ഈക്വല് ഏതാണ് ആംഗിള് P ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് ബിയും പിയും. ഓക്കെ, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ P എന്ന് പറയാം. ഇനി മറ്റേ നമുക്ക് എന്താണ് ബാക്കി തന്നെ ഉള്ളൂ. അപ്പോൾ ആംഗിൾ Cയും ആംഗിൾ Qയും പറയാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ ഈ 2 ത്രികോണം തന്നാൽ അതിൻ്റെ കോണുകൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വശങ്ങളാണ് നോക്കേണ്ടത്. ആ വശം എടുക്കുക 6ഉം 6ഉം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോൺ എടുത്തിട്ട് ആംഗിൾ എടുത്തിട്ട് എന്താക്കുക 2 തുല്യമാണെന്ന് പറയാം കേട്ടോ. അതുപോലെ എന്താണ് ഇത് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ് വലിയ വശമാണിത് അല്ലേ. വലിയ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് വലിയ കോണായിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടത്തരം അല്ലേ, മിഡിൽ വരുമ്പോൾ എന്താണ് ഇതിൽ 6, 5, 3 അല്ലേ. അതിൽ മിഡിൽ 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്, മിഡിൽ ആംഗിളായിരിക്കും, മിഡിൽ കോണായിരിക്കും. പിന്നെ എന്താണ് ഏറ്റവും ചെറിയത് സ്മോൾ സൈഡ് ഇതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്താണ്, ആ തന്നിരിക്കുന്ന ട്രയാങ്കിളിലുള്ള സ്മോൾ ആംഗിൾ ആയിരിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താക്കണം, ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നോക്കൂ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു ദ ആംഗിൾസ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് റൈറ്റ് ദീസ് പെയേഴ്സ്. എന്താണ്, ഈ തന്നിരിക്കുന്ന ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും 1-ാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ 2-ാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചുകൂടുക. ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം ഒന്നും കൂടി മനസ്സിലാക്കുക. എന്നിട്ട് എന്താക്കുക, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ തന്നിരിക്കുന്ന വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും ഇതിലും ആ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിൾ 2 ഓരോ ജോഡിയായിട്ട് തന്നിട്ടുണ്ട് അല്ലേ, ഓരോ പെയറായി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് അല്ലേ. അപ്പോൾ ഇതിലുള്ള പെയർ ഇതിലേതാ, 2 ട്രയാങ്കിൾ ഉണ്ടല്ലോ, 2 ത്രികോണം ഉണ്ടല്ലോ. ഇതിലുള്ള പെയർ ഏതാണ്, എല്ലിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതിലേതാണ്, ആംഗിൾ എന്നിന് ഈക്വൽ ആയിട്ടുള്ള ഇതിലേതാണ്, ആംഗിൾ എമ്മിന് ഈക്വൽ ആയിട്ടുള്ളത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത്, അതിൻ്റെ സൈഡ് നോക്കാം ആദ്യം. അപ്പോൾ ഞാൻ എന്താണ് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഉള്ളത് 4 സെൻറ്റിമീറ്റർ സൈഡിൽ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എല്ലല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ആംഗിൾ L ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക അല്ലേ. ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ എല്ലിന് ഈക്വൽ ആയിട്ടുള്ള ഇതിലേതാണ് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണല്ലോ L വരുന്നത്. അപ്പോൾ ഇതിൽ 4 സെൻറ്റിമീറ്ററുടെ ഏതാണ്, ഇതിന് ഓപ്പോസിറ്റ് ഏതാണ്, Y ആണ് അല്ലേ. ഇതാണല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആംഗിൾ L ഈസ് ഈക്വൽ ടു ആംഗിൾ Y അല്ലേ. ആംഗിൾ L ഈസ് ഈക്വൽ ടു ആംഗിൾ Y നിങ്ങൾ വൃത്തിയിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, അടുത്തത് ഞാൻ എന്താക്കുക, ഇതിപ്പോൾ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഞാൻ N ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ N നോക്കുന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മൾ ഇത് നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് നോക്കുക അല്ലേ, 3 സെൻറ്റിമീറ്റർ. അപ്പം ഇതിൽ 3 സെൻറ്റിമീറ്റർ ഏതാണ്, ഇതാണ്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റുള്ളത് ഏതാണ്, X ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ N ഈക്വൽ ടു എന്താണ്
ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. ഓക്കെ, ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു ആംഗിൾ എക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? അടുത്ത് നമുക്ക് നോക്കണമെന്നില്ല, എന്നാലും പറയാം അല്ലേ. അടുത്ത് ഏതാ? 2 സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ആംഗിൾ എം ഇസ് ഈക്വൽ ടു ഇനി 2 സെൻറ്റിമീറ്റർ ഇതിൽ എവിടെ നോക്കിയാൽ അതായത് അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? സെഡ് ആണ് അല്ലേ. അപ്പോൾ എം ഈക്വൽ ടു ആംഗിൾ സെഡ് അല്ലേ. ഓക്കെ, സെഡ് ഇങ്ങനെ എഴുതുക കേട്ടോ. നിങ്ങൾ വൃത്തിയിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ, ഇതാണ് അല്ലേ. ഈ ഇതിൻ്റെ പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ? നമുക്ക് എന്താക്കുക? അതിൻ്റെ സൈഡ് നോക്കുക അല്ലേ ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എ ആണ് കണ്ടത് കേട്ടോ. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു, നിങ്ങളും സ്വയം ചിന്തിക്കുകയൊക്കെ വേണം കേട്ടോ കുറേയൊക്കെ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? 3 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 3 എവിടെയാണ് നോക്കുക? അതാണ് 3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ഇതാണ് 6 ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ അല്ലേ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ദെൻ നെക്സ്റ്റ് നോക്കൂ, എന്താണ്? ബി ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത് വിചാരിച്ചോ. അപ്പോൾ ആംഗിൾ ബി ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 2.4 ആണല്ലോ. അപ്പോൾ ഇതിൽ 2.4 ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ 2.4ൻ്റെ ഓപ്പോസിറ്റുള്ള ഏതാണ്? പി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? പിന്നെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് പറയാം അല്ലേ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഏതാണ്? 3.6 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യൂ അല്ലേ. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ക്യൂ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പോൾ എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ എങ്ങനെ നോക്കേണ്ടത് മനസ്സിലായില്ല? അതിൻ്റെ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? ഇൻ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ, ഈ താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ എന്താണ്? എ ബി ഈക്വൽ ടു ക്യു ആറും ബി സി ഈക്വൽ ടു ആർ പിയും സി എ ഈക്വൽ ടു പി ക്യു ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? എ ബി ഈക്വൽ ടു ക്യു ആർ ആണ് അല്ലേ. അപ്പോൾ എ ബി ഏതാണ്? ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വരകളായിട്ട് വരയ്ക്കാം കേട്ടോ. എ ബി ഈക്വൽ ടു, എ ബിക്ക് ഈക്വൽ ആയിട്ട് ഏതാണ്? ക്യു ആർ ആണ് കേട്ടോ. അതാണല്ലോ ക്യു ആർ. ഓക്കെ, ഇത് ക്യു ആർ. നെക്സ്റ്റ് എന്താണ്? ബി സി ഈക്വൽ ടു ആർ പി. ബി സി എവിടെ? ബി സി. ഇതിന് നമ്മൾ 2 വര കൊടുക്കുക കേട്ടോ. ബി സി ഈക്വൽ ടു, ബി സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആർ പി ആണ്. ആർ പി ഇതാണ്. അപ്പോൾ ഇത് ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണ് കേട്ടോ. ആദ്യം ഈ എ ബിയും ബി ആർ ക്യു ആറും ഈക്വലാന്ന് പറഞ്ഞ്, പിന്നെ ബി സിയും പിന്നെന്താണ്? ആർ പി ഈക്വലാന്ന് പറഞ്ഞു അല്ലേ. പിന്നെ സി എ ഈക്വൽ ടു പി ക്യു അല്ലേ. ഇതാണ് സി എ. അതിന് നമ്മൾ 3 വര കൊടുക്കുക കേട്ടോ. 3 വര കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഈക്വലായിട്ട് ഏതാ? പി ക്യു ആണ് കേട്ടോ. ഇതാണ് 1 2 3 വരെ കൊടുത്തു അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ളത് ഒരു ഒക്കെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താണ്? കാൽക്കുലേറ്റ് ആംഗിൾ സി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ സി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം. ട്രയാങ്കിൾ എ ബി സി നോക്കിയിട്ട് എന്നിട്ട് എന്താക്കുക? പി ക്യു ആറിലുള്ള എല്ലാ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇവിടെ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ എല്ലാ കോണും കൂടി കൂട്ടിയാൽ, എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 നമുക്കറിയാം അല്ലേ. എത്രയാണ്? 180 നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന 2 അളവുകൾ തന്നിട്ടുണ്ട്. ആ 2 അളവും കൂടി കൂട്ടിയിട്ട് എന്താക്കുക? ഈ 180 അങ്ങോട്ട് കുറച്ചാൽ പോരെ? മതി അല്ലേ. അപ്പോൾ നമുക്ക് 180 എന്താക്കുക? ഈ തന്നിരിക്കുന്ന 40ഉം 60ഉം ആണല്ലോ. 40 + 60 എത്രയാണ്? 100 അല്ലേ. അപ്പോൾ 180 എന്താക്കുക? 100 അങ്ങ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ബാലൻസ് കിട്ടുക? കുറച്ച് വയ്ക്കുക, മൈനസ് ചെയ്താൽ 80 കിട്ടും അല്ലേ. 80 കിട്ടും. ഓക്കെ, 80. അപ്പോൾ ആംഗിൾ സി എത്രയാണ്? 80 കിട്ടിയല്ലോ. ഇത് 80 കിട്ടിട്ടോ. 80 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 80 കിട്ടി. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ഡിഗ്രി എഴുതണേ.
ഇനി ബാക്കിയുള്ളതൊക്കെ എന്താക്കുക നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ പി ക്യു ആറിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അപ്പോൾ ആംഗിൾ പി എത്രയാണ് നിങ്ങൾ താഴെ എഴുതുക കേട്ടോ. ഞാൻ ഇവിടെ എഴുതുന്നത് നിങ്ങൾ ഇവിടെ എഴുതരുത്, നിങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ആംഗിൾ പി ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എത്രയാണെന്ന് നോക്കിയേ. നോക്കൂ, ആംഗിൾ പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ക്യു ആർ ആണ് അല്ലേ. അപ്പോൾ ഒരു എന്താണ് പി ഈ ക്യു ആറിന് ഈക്വൽ ആയിട്ടുള്ള ഇതിൽ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് എ ബി ആണ്. എ ബി ഇതാണ് അല്ലേ. അപ്പോൾ എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള അല്ല ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ ഏതാണ് സി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 80 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് എഴുതുക കേട്ടോ. 80 ഡിഗ്രി എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ആംഗിൾ ക്യൂ ആണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ് മക്കളെ? ആംഗിൾ ക്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഇതാ പി ആർ ആണ് അല്ലേ. ഇപ്പോൾ പി ആറിന് ഈക്വൽ ആയിട്ടുള്ള നമ്മളിവിടെ രണ്ട് വരെ ഇനി ഇതാണ് അല്ലേ ബി സി അല്ലേ. അപ്പോൾ ബി സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? എ ആണ്, 40 ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി അല്ലേ. ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്ത ഏതാണ്? പി ക്യൂവിൻ്റെ ആറാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ആറിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ ആറിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? എന്താണ് ആംഗിൾ ആറിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഇതാ പി ക്യു ആണ് അല്ലേ. പി ക്യൂവിന് ഈക്വൽ ആയിട്ടുള്ള ഇതിൽ ഏതാണ്? ഇതാ എ സി ആണ് അല്ലേ. അപ്പോൾ സി എ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? 60 ഡിഗ്രി ബി ആംഗിൾ ബി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ നിങ്ങൾ. 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി ആംഗിൾ പി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി കിട്ടി, ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി കിട്ടി, ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രിയും കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ട്രയാങ്കിൾ ബിലോ, താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ നോക്കുക. എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ക്യു, സി എ ഈക്വൽ ടു ആർ പി. കാൽക്കുലേറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ ആണ്. ഇവിടെ ഇങ്ങനെ തന്നിരിക്കുന്നുണ്ട് രണ്ട് ത്രികോണങ്ങളെ മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യുക? എ ബി ഈക്വൽ ടു ക്യു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എ ബി എവിടെ? എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ക്യു ആർ ആണ്. ഇതിൽ ക്യു ആർ എവിടെ? ഇതാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ബി സി ഈക്വൽ ടു പി ക്യു, ബി സിക്ക് പി ക്യു. നിങ്ങൾക്ക് ഒരു വര രണ്ട് വര ഇടണമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഞാൻ വെവ്വേറെ കളറാകുമ്പോൾ ഒരു വര ഇട്ടാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വരയും രണ്ട് വരയും മൂന്ന് വരയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പച്ച എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഇതവിടെ അല്ലേ ക്യു ആർ. പിന്നെ ഇതിന് ഞാൻ ചോപ്പ് എടുത്തു. ഇപ്പോൾ ബി സിക്ക് ഈക്വൽ ആയിട്ട് ഏതാണ്? പി ക്യു ആണ് അല്ലേ. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് ഏതാണ്? സി എ ഈക്വൽ ടു ആർ പി അല്ലേ. സി എക്ക് എന്താണ്? സി എക്ക് ആർ പി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? ഈ ചുവപ്പ് വരക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഏതാണ്? 60 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ചുവപ്പ് വരയുടെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്? നമുക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുന്ന എന്താണ്? ഇവിടെ എന്ത് കൊടുക്കുക? ഇതിന് 60 അല്ലേ. ബി സിക്ക് ചുവപ്പിന് നേരെ ഓപ്പോസിറ്റ് 60 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആറ് എന്താണ്? 60 ആണ് കേട്ടോ. 60 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി നമുക്ക് എന്താ കിട്ടുക? ഇത് ഈ പീൻ്റെ വാല്യൂ കിട്ടണം അല്ലേ. അപ്പോൾ ഇതിന് എന്താണ്? ഇത് 60 ഡിഗ്രി, ചോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 60 അല്ലേ. ഇനി നമുക്കിവിടെ ഒരു ക്യൂവിൻ്റെ തന്നിട്ടുണ്ട് 70 എന്നുള്ളത് അല്ലേ. അപ്പോൾ 70ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഈ റോസ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഏതാണ്? ഈ റോസ് അല്ലേ. റോസിൻ്റെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. അപ്പോൾ ഇത് എത്രയാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്? 70 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 70 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ ബിയും കിട്ടി, ആംഗിൾ എയും കിട്ടി അല്ലേ, 60 ഡിഗ്രി. ഇനി സി എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? എല്ലാ എന്താണ് കോണും കൂടി കൂട്ടി, ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എന്താ നമുക്ക് 180 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? രണ്ടളവ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന രണ്ടളവും കൂടി കൂട്ടിയിട്ട് 180 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 180 മൈനസ് 70 പ്ലസ് 60 എത്രയാണ്? 70 പ്ലസ് 60 എത്രയാണ്? 130 ആണ് അല്ലേ. അപ്പോൾ 180 മൈനസ് 130 എത്രയാണ്? 50 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പ് നിങ്ങൾ എഴുതുക കേട്ടോ. 180 മൈനസ് 130 അല്ലേ. 130
130. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും കേട്ടോ. 15 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആംഗിൾ സി എന്ത് കിട്ടി? 15 കിട്ടി. അപ്പോൾ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഇതിൽ ഏതാണ്? പി ആണ് അല്ലേ? ഈ പച്ചാറയല്ലേ? പച്ചാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പി അല്ലേ? അപ്പോൾ ഇവിടെയാണ് 50 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എല്ലാ അളവുകളും കിട്ടി അല്ലേ? അപ്പം എടുത്ത് എഴുതേണ്ട എങ്ങനെയാണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു എഴുതുക. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എക്ക് ഈക്വൽ 60 അല്ല, 60 പിന്നെ എന്താ? ആംഗിൾ ആറാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഏതാണ്? ആംഗിൾ ബി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു നിങ്ങൾ എഴുതുക കേട്ടോ. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ബിക്ക് ഈക്വൽ ആയിട്ട് ഏതാണ്? 70. 70 ഡിഗ്രി ഏതാ? ക്യൂ ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? 70 ഡിഗ്രി അല്ലേ? 70 ഡിഗ്രി അല്ലേ? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ദെൻ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് എത്രയാണ്? ആംഗിൾ സിക്ക് ഈക്വൽ 50 ഡിഗ്രി ഇവിടെയാണല്ലേ? അപ്പോൾ ആംഗിൾ പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 50 ഡിഗ്രി എന്ന് എഴുതുക കേട്ടോ. 50 ഡിഗ്രി. അപ്പോൾ 60. അപ്പോൾ ആംഗിൾ എക്കും ബിക്കും സിക്കും പിക്കും ക്യൂക്കും ആറിനുള്ള വാല്യൂസ് 60, 70, 50 അല്ലേ? ഇതിന് കൺഫ്യൂഷൻ ഉണ്ട്. എന്താക്കുക? എല്ലാം കൂടി കൂട്ടി നോക്കുക. 180 അല്ല കിട്ടുന്നതെന്ന് കേട്ടോ. അപ്പോൾ എത്രയാണ് നോക്ക്? 60ഉം 70ഉം എത്രയാണ്? 130ഉം 50ഉം 180 അല്ലേ? ശരി തന്നെയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The diagonal of quadrilateral split into two triangles as shown below. Do these triangles have the same angles? Why? എന്താ ഇരിക്കുന്നത്? ചിത്രത്തിൽ ഒരു ചതുർഭുജത്തിന്റെ വികർണം അതിനെ 2 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഈ ഡയഗണൽ ക്വാഡ്രിലാറ്ററലിന് എന്താണ്? ഒരു ഡയഗണല് സ്പ്ലിറ്റ് ചെയ്യുന്നത് 2 ട്രയാങ്കിൾ. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ് അല്ലേ? ഒരു ചതുർഭുജാണ്. അതിനെന്താണ്? ഒരു ഡയഗണൽ എന്താണ്? 2 ട്രയാങ്കിൾ ആയിട്ട് അല്ലേ? 1, 2 2 ത്രികോണമായിട്ട് എന്താണ്? സ്പ്ലിറ്റ് ചെയ്യാണ്, വിഭജിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? താഴെ തന്നിരിക്കുന്ന ചിത്രം വെച്ചിട്ട്. ഈ 2 ത്രികോണങ്ങളും ഒരേ കോണുകളാണോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണോ? ആണോ? ഡു ദീസ് ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ്? സെയിം ആംഗിൾസ് ആണോ ഈ 2 ട്രയാങ്കിൾസിനും? എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇത് ഈക്വലാന്ന് അറിയാലോ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ഇതാണ്. ഓക്കെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ് അല്ലേ? അപ്പോൾ ഇത് ഈ ആംഗിളും തുല്യമാണ് അല്ലേ? ഇനി നോക്കാം നമുക്ക്. ഈ 4 സെൻറ്റിമീറ്ററിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് അല്ലേ? കളർ മാറ്റിത്തരാം. ഇതാണ്. ഓക്കെ. ഇനി ഇതിൽ 4 സെൻറ്റിമീറ്റർ ഏതാ? ഇതല്ലേ? അപ്പോൾ ഈ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഓക്കെ. അപ്പോൾ ഇതും തുല്യമാണ് അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ അപ്പം 2 ട്രയാങ്കിളും തുല്യമാണെന്ന് പറഞ്ഞു, 2 ആംഗിളും തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. അടുത്ത ഏതാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? 3 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 3 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അപ്പോൾ ഇതൊന്നും തുല്യമാണ്. അപ്പോൾ എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഈ 2 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ തുല്യമാണല്ലോ. ആണ്. കാരണം എന്താ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ബോത്ത് ട്രയാങ്കിൾസ് 2 sides are equal and the third side is common for both triangles. Since the sides of both triangles are equal, the angles opposite to the equal sides are also equal. So these 2 triangles have same angles. മലയാളത്തിൽ എങ്ങനെ ഇതാ? 2 ത്രികോണങ്ങളിലെയും 2 വശങ്ങൾ തുല്യമാണ് അല്ലേ? അപ്പം വശങ്ങൾ തുല്യമാണ് അല്ലേ? മൂന്നാമത്തെ വശം 2 ത്രികോണങ്ങൾക്കും എന്താണ്? പൊതുവായ വശമാണ് അല്ലേ? ഇരു ത്രികോണങ്ങളുടെയും വശങ്ങൾ തുല്യമായതിനാൽ തുല്യവശങ്ങൾക്ക് എതിരെ ഉള്ള കോണുകളും എന്താണ്? തുല്യമാണ് അല്ലേ? അതിനാൽ ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ കോണുകൾ ആണ് ഉള്ളത് എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ABCD ഷോൺ ബിലോ. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്റർ ആണ് അല്ലേ? അതിൽ AB ഈക്വൽ ടു AD പറഞ്ഞില്ലേ? ABയും ADയും ഈക്വൽ ആണ്. ഇനി CB ഈക്വൽ ടു CD അല്ലേ? CBയും CDയും ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ? കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. എല്ലാ ആംഗിൾസും ക്വാഡ്രിലാറ്ററിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ്? ചിത്രത്തിലെ ABCD എന്ന ചതുർഭുജത്തിൽ AB ഈക്വൽ ടു ADയും CB ഈക്വൽ ടു CDയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചതുർഭുജത്തിലെ കോണുകളെല്ലാം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ കോണ് കണക്കാക്കിയൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ പഠിച്ചത്? നമ്മൾ എതിർവശം എന്താണ്? വലിയ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിള് എന്താണ്? മറ്റേ ത്രികോണത്തിൻ്റെ വലിയ വശത്തിന് നേരെ ഓപ്പോസിറ്റുള്ള എന്താണ്?
ആംഗിളിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടെ ഈക്വൽ എ ബി എ ഡി ഇല്ലേ, വശങ്ങൾ തുല്യമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? എ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് എ ഡി ആണ്. സി ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് സി ഡി ആണ് അല്ലേ. അപ്പോൾ സി ഡിക്ക് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? സി ബി അല്ലേ. ഇത് നമുക്ക് ആംഗിൾ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഈ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ സി 50 ആണ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഇതേ വശമുള്ള ഇതിൽ ഏതാണ്? എ ഡി ആണ് അല്ലേ. അപ്പോൾ എ ഡിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഇത് ഏതാണ്? സി അല്ലേ. അപ്പോൾ എന്താണ്? ഇതാണ് എന്ത്? 50 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം? 50 ഡിഗ്രി എന്ന് എഴുതാം. അതായത് 50 ഡിഗ്രി 50 ഡിഗ്രി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ഡി സി എ കിട്ടിയില്ലേ, 50 ഡിഗ്രിന്ന് കിട്ടിയില്ലേ. നെക്സ്റ്റ് നോക്കൂ, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ഏതാന്ന് നോക്കൂ. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഇതാ ഈ 2 വരൻ്റാണ് അല്ലേ. അപ്പോൾ ഈ 2 വര ഇതിൽ ഏതാണ്? ഇതാ സി ഡി ആണ് അല്ലേ. അപ്പോൾ സി ഡിക്ക് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ 30 ആണ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇത് എത്രയാണ്? ഇതും 30 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഇതിന് 30 എന്ന് കൊടുക്കുക അല്ലേ, 30 ഡിഗ്രി. ഇനി മറ്റെന്തായിരിക്കും? നമുക്ക് അറിയാം എന്ത് ഇത് തന്നിട്ടില്ല, 2 ആംഗിൾ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ കൂടി കൂട്ടി എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് മറ്റേ 180ന്ന് ഈ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന ഈ 2 ആംഗിൾ കൂടി കൂട്ടിയിട്ട് എന്താക്കുക? മൈനസ് ചെയ്താൽ പോലെ 180ന്ന് മതി അല്ലേ. അപ്പോൾ 30 + 50 എത്രയാണ്? 80 അല്ലേ. അപ്പോൾ 180ന്ന് 80 കുറച്ച് എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എത്രയാണ്? 100 കിട്ടിയോ? 100 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ആംഗിൾ ഡിക്ക് തുല്യമായിട്ടുള്ള ഏതാണ്? ഈ വശം ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? സൈഡ് ഇതാണ് അല്ലേ. അപ്പോൾ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള വശം ഈ ട്രയാങ്കിൾ ഏതാണ്? ഡി. അപ്പോൾ ഇതും എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പാക്കി ഒന്ന് നോക്കാം. ഓക്കെ. സിൻസ് എ ബി ഈക്വൽ ടു എ ഡി, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് സൈഡ്സ് ആർ ഈക്വൽ. The angle opposite to AB equal to angle ACB equal to 50 degree. The angle opposite to AD is equal to angle ACD is equal to 50 degree. നമ്മൾ നേരത്തെ ആംഗിൾ സി ഇവിടെ പറയാൻ പാടില്ല കേട്ടോ. കാരണം ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇത് മൊത്തമായിട്ടാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. പക്ഷെ ഇത് മൊത്തമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ല. നമുക്ക് എന്താണ്? ഇവിടുന്ന് ഈ ഭാഗം മാത്രമേ തന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബി സി എ എന്നോ അല്ലെങ്കിൽ എ സി ബി എന്നോ പറയാം അല്ലേ. ബി എസ് പിന്നെ എന്താണ്? ബി സി എ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ എ സി ബി എന്ന് പറയാം. ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും വേണ്ടില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും വേണ്ടില്ല. നടുക്കുള്ള ആംഗിൾ ഇതാണ് ഇതാവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? സിൻസ് സി ബി ഈക്വൽ ടു സി ഡി, ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി എസ് സി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ. സ്റ്റെപ്പാക്കി നിങ്ങൾക്ക് എഴുതി തന്നേ ഉള്ളൂ കേട്ടോ. ഈ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ ബി സി ഈക്വൽ ടു 180 - 30 + 50. നമ്മൾ 150ന്ന് 80 കുറയ്ക്കുക, 100 കിട്ടിയില്ലേ. നമ്മൾ ഡി കണ്ടുപിടിച്ചല്ലോ ആംഗിൾ ഡി. ഇവിടെ ആംഗിൾ ബി ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ഡി സി ആംഗിൾ ഡി എസ് ഈക്വൽ ടു 180ന്ന് 30 + 50 100 ഡിഗ്രി അല്ലേ. അത് കിട്ടി. ദെൻ ദെർഫോർ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ ആംഗിൾ ഈസ് ഈക്വൽ ടു എ. ആംഗിൾ എ എത്രയാണ്? ഇങ്ങനെ മൊത്തമായിട്ട് കണ്ടുപിടിക്കണം. ക്വാഡ്രിലാറ്ററൽ എല്ലാ ആംഗിൾസും അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ രണ്ടും കൂടി കണ്ടുപിടിക്കണം അല്ലേ. ആംഗിൾ ഡി എ സിയും പിന്നെ ആംഗിൾ ബി എ സിയും കൂടി കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ആംഗിൾ ക്വാഡ്രിലാറ്ററൽ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് മൊത്തമായിട്ടാണ് അല്ലേ. പക്ഷേ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മൾ എന്താണ് തന്നതും പിന്നെ കണ്ടുപിടിച്ചതും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയ ആംഗിൾ എ കിട്ടുമല്ലോ. 30 + 30 60 ഡിഗ്രി. ഓക്കെ. പിന്നെ ആംഗിൾ ബി എത്രയാണ്? 100 ഡിഗ്രിയാണ് നമ്മൾ എന്താണ് കണ്ടു അല്ലേ. ഇനി എന്താണ്? ആംഗിൾ സി എന്താണ്? അവിടെ 50 ആണ്, അപ്പോൾ ഇവിടെ 50 ആണ് അല്ലേ. അപ്പോൾ 50 + 50 100 അല്ലേ. പിന്നെ ആംഗിൾ ഡി എത്രയാണ്? 100 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ ബി 100 ഡിഗ്രി, ആംഗിൾ സി എത്രയാണ്? 100 ഡിഗ്രി, ആംഗിൾ ഡി 100 ഡിഗ്രി. ഓക്കെ. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ എഴുതാ? എ ബി ഈക്വൽ ടു എ ഡി ആയതിനാൽ ഈ വശങ്ങൾക്ക് എതിർവശത്തുള്ള കോണുകൾ തുല്യമാണ് അല്ലേ. വശം എ ബിയുടെ എതിർക്കോൺ ഈക്വൽ ടു ആംഗിൾ എ സി ബി ഈക്വൽ ടു 50 ഡിഗ്രി. വശം എ ഡിയുടെ എതിർക്കോൺ ഈക്വൽ ടു ആംഗിൾ എ സി ഡി ഈക്വൽ ടു 50 ഡിഗ്രി. സി ബി ഈക്വൽ ടു സി ഡി. ആംഗിൾ ഡി എ സി ഈക്വൽ ടു ആംഗിൾ ഡി എ സി ഈക്വൽ ടു 30 ഡിഗ്രി. ഈ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ ബി is equal to 180 - 30 + 50 is equal to 180 - 80 is equal to 100 ഡിഗ്രി. നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെ അല്ലേ. പിന്നെ ആംഗിൾ എ ട്രയാങ്കിൾ എ ഡി സി is equal to ആംഗിൾ ഡി is equal to 180 - 30 ഡിഗ്രി + 50 ഡിഗ്രി is equal to 100 ഡിഗ്രി അല്ലേ. ചതുർഭുജത്തിൻ്റെ കോണുകൾ എന്ന് പറഞ്ഞിട്ട് എന്താക്കാം? നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ ബി എ സി ഈക്വൽ ടു 30 + 30 ഈക്വൽ ടു 60 അല്ലേ. ചതുർഭുജം എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എ മൊത്തം അല്ലേ. ഇത് ട്രയാങ്കിളിലാണ് ബി എന്താണ്? ഡി എ സി എന്ന് പറഞ്ഞാൽ ഈ കോൺ മാത്രം കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ
ചതുർഭുജത്തിൻ്റെ കോണെന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മൊത്തമായിട്ടാണ് വരുന്നത് അല്ലേ, ഇത് മൊത്തമായിട്ട് വരുന്നുണ്ട്, ഇതിലും ഇത് മൊത്തമായിട്ട് വരുന്നുണ്ട് അല്ലേ, മറ്റേത് സിംഗിൾ തന്നെ. അപ്പോൾ നമ്മൾ ഇത് രണ്ട് ആംഗിളും കൂടി കൂട്ടണം, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 30 + 30 60. പിന്നെ ആംഗിൾ ബി 100 ഡിഗ്രി, ആംഗിൾ സിയും അതേമാതിരി ഇതും കൂട്ടുക, 50 + 50 100 ഡിഗ്രി, ആംഗിൾ ഡി = 100 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നന്നായി മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.